ഒരു മനുഷ്യൻ സ്വന്തം രാജ്യവും സുഖസൗകര്യങ്ങളും ജീവിതവുമെല്ലാം ഉപേക്ഷിച്ച് മരണത്തേക്കാൾ ഭീകരമായ ഒരു മണ്ണിലേക്ക് യാത്ര തിരിക്കുന്നു. അത് 1812 അറ്റ്ലാന്റിക് സമുദ്രം മുറിച്ചു കടന്ന് അമേരിക്കയിൽ നിന്ന് 2 യുവജീവിതങ്ങൾ ഒരു ദൗത്യത്തിനായി പുറപ്പെടുന്നു. അഡോണിറാം ജഡ്സൺ, അവൻ്റെ പ്രിയതമ ആൻ. അവരുടെ ലക്ഷ്യം ഒന്നുമാത്രം: സുവിശേഷം എത്തിപ്പെടാത്ത ബർമ്മയിലെ ജനത. പക്ഷേ അവരെ കാത്തിരുന്നത് സ്വപ്നങ്ങളല്ല, മരണത്തിൻ്റെ നിഴലായിരുന്നു. ഭാഷയറിയില്ല, സഹായമില്ല. പക്ഷെ ജഡ്സൺ നിർത്തിയില്ല. ദിവസവും 12 മണിക്കൂർ ഒരു നിഘണ്ടുവുമില്ലാതെ ഒരു പുതിയ ഭാഷ അവൻ കീഴടക്കി. അവൻ നിർമ്മിച്ചത് ഒരു പുസ്തകമല്ല, ഒരു ജീവിതം മാറ്റുന്ന സന്ദേശമായിരുന്നു. ബർമീസ് പുതിയ നിയമം. പിന്നീട് 1824 യുദ്ധത്തിൻ്റെ കരിമേഘങ്ങൾ ബർമ്മയെ മൂടി. ഒരു രാത്രിയിൽ എല്ലാം തകർന്നു വീണു. ജഡ്സൺ പിടിക്കപ്പെട്ടു. ചങ്ങലകൾ കൈകളിൽ പതിഞ്ഞു. മരണജയിലിലേക്ക് വലിച്ചിഴക്കപ്പെട്ടു. ഇരുട്ട് നിറഞ്ഞ ആ ജയിലിൽ ഓരോ ദിവസവും മരണം മണിയടിച്ചു വരുന്നു. എപ്പോഴാണ് തൻ്റെ പേര് വിളിക്കപ്പെടുക എന്ന ഭയം മാത്രം. പക്ഷെ അവൻ തകർന്നില്ല. അവൻ പാടിക്കൊണ്ടിരുന്നു: എൻ്റെ ജീവനേക്കാൾ ഞാൻ സ്നേഹിക്കുന്നത് അവിടുത്തെ സ്നേഹമാണ്. ഇതിന് പുറത്ത് ഒരു സ്ത്രീ പോരാടുകയായിരുന്നു, ആൻ. ഗർഭിണിയായ അവൾ ഭർത്താവിനെ രക്ഷിക്കാൻ